ഹായ് നമസ്കാരം. ഈ അടുത്ത് നടി കൃഷ്ണപ്രിയ ഡിപ്രഷനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ഒരു വീഡിയോ നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു. അതിനെതിരെ ഒത്തിരി പേര് ഡിപ്രഷൻ അറിയില്ലെങ്കിൽ അല്ലെങ്കിൽ മെന്റൽ ഹെൽത്തിനെ കുറിച്ച് അറിയില്ലെങ്കിൽ പറയരുത്. ഇത് ഒത്തിരി പേരിൽ കൺഫ്യൂഷൻ ഉണ്ടാക്കിയിട്ടുണ്ട് എന്നുള്ള രീതിയിലൊക്കെ പറഞ്ഞ് ഒത്തിരി ഒരു പ്രതിഷേധിക്കുന്ന വീഡിയോസും കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഈ ഒരു രണ്ട് കാര്യങ്ങളെക്കുറിച്ചുമല്ല, പക്ഷേ ഇതിനെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള രണ്ടിനെയും കണക്ട് ചെയ്യുന്ന ഒരു കാര്യത്തെക്കുറിച്ചാണ് ഞാനിവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. സൈക്കോളജിയിൽ ഹാലോ എഫക്റ്റ് എന്നൊരു ടേം ഉണ്ട്. അത് കോഗ്നിറ്റീവ് ബയാസ് ആണ്. നമ്മളിലുള്ള എല്ലാവരിലും ഉള്ള ഒരു കോഗ്നിറ്റീവ് ബയാസ് ആണിത്. എന്ന് വെച്ചാൽ വളരെ ലളിതമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയിലുള്ള ഒരു ക്വാളിറ്റി അല്ലെങ്കിൽ ഒരു സാധനത്തിലുള്ള ഒരു ഫീച്ചർ അത് വളരെ എക്സലൻ്റ് ആയിരിക്കാം. അതിൻ്റെ അടിസ്ഥാനത്തിൽ അതിലുള്ള മറ്റു ഗുണങ്ങളും അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളും ഇതേ നിലവാരത്തിൽ തന്നെയാണെന്ന് നമ്മൾ അസ്യൂം ചെയ്യുന്നതിനെ, ജഡ്ജ് ചെയ്യുന്നതിനെയാണ് ഈ ഒരു തരത്തിലുള്ള കോഗ്നിറ്റീവ് ബയാസിനെയാണ് നമ്മൾ ഹാലോ എഫക്റ്റ് എന്ന് പറയുന്നത്. മനസ്സിലായോ? ഒന്നും കൂടി വിശദമായിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു വ്യക്തിയെ ആ വ്യക്തി വളരെ നല്ല ഇൻ്റലിജൻസ് ഉള്ള ഒരാളായിരിക്കാം, അല്ലെങ്കിൽ വളരെ നല്ലൊരു ഡാൻസർ ആയിരിക്കാം, നല്ല ഒരു ആക്ടർ ആയിരിക്കാം, അല്ലെങ്കിൽ ഫിനാൻഷ്യലി വളരെ അച്ചീവ്മെൻ്റ് ഉള്ള ഒരാളായിരിക്കാം. അപ്പോൾ ആ ഒരു വ്യക്തിയുടെ ആ ഒരു അച്ചീവ്മെൻ്റ് കണ്ടിട്ട്, ആ ഒരു പെർഫോമൻസ് കണ്ടിട്ട് നമ്മൾ അസ്യൂം ചെയ്യുന്നു മറ്റു പല മേഖലകളിലും അയാൾ ഒരുപക്ഷെ നല്ല ഇമോഷണലി ബാലൻസ്ഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ അയാൾ വളരെയധികം പൊളൈറ്റ് ആയിട്ടുള്ള കൈൻഡ് ഹാർട്ടഡ് ആയിട്ടുള്ള ഒരാളാണ്, അല്ലെങ്കിൽ മോറലി പെർഫെക്റ്റ് ആയിട്ടുള്ള ഒരാളാണ് എന്ന് നമ്മൾ വെറുതെ അസ്യൂം ചെയ്യുന്നതിനെ, നമ്മൾ ജഡ്ജ് ചെയ്യുന്നതിനെയാണ് അതിനെയാണ് ഹാലോ ഇഫക്റ്റ് എന്ന് പറയുന്നത്. അപ്പോൾ എപ്പോഴൊക്കെയാണോ ഇയാൾ ഇത്തരത്തിൽ ഇങ്ങനെ ഒരു കാര്യങ്ങളെ മീറ്റ് ചെയ്യാതിരിക്കുന്നത്, അല്ലെങ്കിൽ മറ്റു പല കാര്യങ്ങളും അയാൾ ഇംപെർഫെക്റ്റ് ആകുന്നത്, ആ സമയം ഈ ഹാലോ ബ്രേക്ക് ചെയ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിൽ ഇത് കാണുന്ന അല്ലെങ്കിൽ ഇത് കേൾക്കുന്ന ആൾക്കാർ അല്ലെങ്കിൽ അനുഭവിക്കുന്ന ആൾക്കാർക്ക് ഒരു ഡിസപ്പോയിൻമെൻ്റ് ഉണ്ടാകുന്നു എന്നുള്ളത്. ഓക്കെ. ഇപ്പോൾ ചില ബ്രാൻഡിൻ്റെയൊക്കെ ചില പ്രോഡക്റ്റ് വളരെ നല്ല ക്വാളിറ്റി ഉള്ളതായിരിക്കാം. അപ്പോൾ അതിൻ്റെ ഒരു അടിസ്ഥാനത്തിൽ നമ്മൾ അസ്യൂം ചെയ്യുന്നു, ജഡ്ജ് ചെയ്യുന്നു ഈ ഒരു ബ്രാൻഡിൻ്റെ എല്ലാ പ്രോഡക്റ്റും വളരെയധികം ക്വാളിറ്റി ഉള്ളതായിരിക്കും എന്ന്. മനസ്സിലായോ?